ഹലോ, ഇന്ന് നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനിങ്. അതുകൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു. ഞാനും ചേച്ചിമാരും ഏട്ടനും എല്ലാവരും കൂടിയാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ ആൾ തീരെ പ്രതീക്ഷിച്ചില്ല. ആകെ അന്തം വിട്ട് നിൽക്കരുത്. എന്തായാലും ആകെ മടിയായി. ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കരുത്. അത് നടക്കുന്ന പരിപാടിയല്ലല്ലോ. ഇത് ജസ്റ്റ് സർപ്രൈസുകളുടെ സ്റ്റാർട്ടിങ് മാത്രമായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് സർപ്രൈസോട് സർപ്രൈസ് ആയിരുന്നു. അരികിൽ ചേർന്നിരിക്കൂലേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ പിന്നെ ഷോപ്പിലെത്തിയിട്ടുള്ള ആഘോഷമായിരുന്നു. അത് ഇവരുടെ വകയാണ്. ഇത് താത്തയുടെ ഫ്രണ്ടും മകളുമാണ് കേട്ടോ. ഇവരെ വകയായിരുന്നു ഈ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ചെറുതായിട്ടൊന്നും കൂടെ ആഘോഷിച്ചു. അരികിൽ ചേർന്നിരിക്കൂലേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ. അടുത്തത് നമ്മുടെ കൊച്ചുവിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിന് തീരെ എത്താൻ കഴിയാത്തൊരു സാഹചര്യം കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഏൽപ്പിച്ച ഒരു ബൊക്കയും കേക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അത് ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ആ ടൈമിലായിരുന്നു ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കൂടെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം ഇതങ്ങനെ തീർത്തു. അപ്പോൾ അത് എൻ്റെ മുഖത്തൊക്കെ വാരിത്തരുത്. അപ്പോൾ ഞാൻ 2 കവളയിലും വാരി കൊടുത്തു. അത് തെറ്റാണോ? മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ അഴകെ ആടിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ. ഇത് നിലമ്പൂരിക്കാട്ടോ അടുത്ത് നമ്മളെ സർപ്രൈസ്. അവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രെയിമിൻ്റെ ഗ്ലൂ വരാനുണ്ട്, അത് ഇവിടേക്ക് അവർ ഡെലിവറി ചെയ്തിട്ടില്ല, നിലമ്പൂർ പോയി പിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് കൊണ്ടുവന്നത്. അതൊക്കെ സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പറഞ്ഞ് മാറ്റി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു വകയാണ്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന സർപ്രൈസ് കേട്ടോ. കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ. അപ്പോൾ ഇക്കൊല്ലം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊച്ചിനെ ഞങ്ങൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അറിയില്ല, എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.